യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ പുതിയൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. റോമലേഖനം 8-ാം അധ്യായം അതിൻ്റെ 30-ാമത്തെ വാക്യത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിന്തകളിലൂടെയാണ് നമ്മൾ ഈ ദിവസങ്ങൾ കടന്നു പോകുന്നത്. ദൈവം അനുവദിച്ചതിനാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയതായ ആ മുൻ നിയമനത്തെക്കുറിച്ചും ദൈവം സുവിശേഷഘോഷണത്താൽ അല്ലെങ്കിൽ സുവിശേഷത്താൽ നമുക്ക് തന്നതായ ആ വിളി, ആ ക്ഷണത്തെക്കുറിച്ചും ആ വിളി അനുസരിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്നതായ നീതീകരണത്തെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. കഴിഞ്ഞ ദിവസത്തെ പ്രഭാത വചന ധ്യാനത്തിങ്കൽ അങ്ങനെ നീതീകരിക്കപ്പെട്ടവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്നതായ അനാദികാലം മുമ്പ് തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നതായ ആ തേജസ്കരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമുക്ക് തുടങ്ങുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിച്ചു. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ് നമുക്ക് വേണ്ടി ഇതെല്ലാം തന്നെ സാധിച്ച് തന്നത്. പലപ്പോഴും കർത്താവ് യേശുക്രിസ്തു എന്തിനാണ് ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറി ക്രൂശിൽ മരിച്ചതെന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും ഒരു സൺഡേ സ്കൂൾ കുട്ടി ഉത്തരം പറയുന്ന പോലെ നമ്മൾ പറയും, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്തതും. എന്നാൽ അതോടൊപ്പം തന്നെ നമ്മുടെ പാപപരിഹാരം മാത്രമല്ല, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതായ ആ അനുഗ്രഹത്തെ നമ്മിലേക്ക് കൈമാറുവാനും കൂടിയാണ് കർത്താവ് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. പലപ്പോഴും ഈ ഒരു അറിവ് പലർക്കുമില്ല, പല ക്രിസ്ത്യാനികൾക്കുമില്ല. യേശുക്രിസ്തുവിൻ്റെ മരണത്തെ ഒരു ആക്സിഡൻ്റ് എന്ന പോലെയോ, യേശുക്രിസ്തുവിൻ്റെ മരണത്തെ കേവലം പരിഭവിക്കുവാനോ സങ്കടപ്പെടുവാനോ എന്നുള്ള ആ ഒരു സംഭവം പോലെയാണ് പലരും കാണുന്നത്. എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായ ആ അനുഗ്രഹത്തെ കാണുമ്പോൾ, നന്മകളെ കാണുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണം അത് അനിവാര്യമായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. യേശുക്രിസ്തു മരിക്കേണ്ടായിരുന്നു, ഇവിടെ തന്നെ ജീവിച്ചിരുന്നാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളതും വിസ്മരിച്ചുകൂടാ. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിൻ്റെ മരണം തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളെ കൊണ്ടുവരുവാനിടയായി തീർന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേവലം നമ്മുടെ പാപങ്ങൾ പരിഹരിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അനാദികാലം മുമ്പ് തന്നെ നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയതായ ആ അനുഗ്രഹങ്ങളെ, വളരെ മൂല്യമുള്ളതായ ആ അനുഗ്രഹങ്ങളെ ദൈവം നമുക്ക് വേണ്ടി കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് നമ്മൾ ചിന്തിക്കുന്നത് റോമാലേഖനം 8-ാം അധ്യായം 30-ാമത്തെ വാക്യമാണല്ലോ. ആ വാക്യത്തിൻ്റെ അവസാന ഭാഗത്തിലേക്കാണ് നമ്മൾ കടന്നു വന്നിരിക്കുന്നത്. ആ അവസാന ഭാഗത്ത് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, നീതീകരിച്ചവരെ അവൻ തേജസ്കരിച്ചുമിരിക്കുന്നു. തീർച്ചയായിട്ടും അവിടെ ഈ പറയുന്നതായ ടെൻസ് എന്ന് പറയുന്നത് ഭൂതകാലത്തിലാണ്. സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ധ്വനിയോടുകൂടെയാണ് ഇവിടെ ഈ അപ്പോസ്തലൻ നമ്മളോട് സംസാരിക്കുന്നത്. അങ്ങനെ സംസാരിക്കാനേ അദ്ദേഹത്തിന് കഴിയുള്ളൂ, കാരണം അതാണ് സത്യവും എന്ന് പറയുന്നത്. പക്ഷേ ഈ തേജസ്കരണം നമ്മളിൽ വെളിപ്പെടുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവോടുകൂടിയാണെന്നുള്ള സത്യവും താൻ ഇവിടെ അറ്റവരവിട്ട് നമ്മളോട് സംസാരിക്കുക. പക്ഷേ ഇത് സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട വാക്യങ്ങളിൽ ഒരു വാക്യമായി ഞാൻ പരിഗണിക്കുന്നത്, ധാരാളം വാക്യങ്ങളുണ്ട്. ഈ റോമലേഖനം 8-ാം അധ്യായം 30-ാം വാക്യത്തെ വിശദീകരിക്കുവാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതായ ഒരു വാക്യം കൊലോസ്യ ലേഖനത്തിലാണ്. ആ ലേഖനത്തിലേക്ക് നമുക്ക് കടന്നു വരാം. കൊലോസ്യർ 3-3 മുതൽ 4 വരെ, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇപ്പോൾ നമ്മളിൽ എന്താണ് സംഭവിച്ചത്? അതായത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ആ സുവിശേഷത്താലുള്ള ക്ഷണം സ്വീകരിച്ച് നീതീകരിക്കപ്പെടുന്നവരായ ആളുകൾക്ക് എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? അതായത് അവരുടെ ആത്മീക അവസ്ഥയിൽ എന്തു സംഭവിക്കുന്നു? തീർച്ചയായിട്ടും അവർക്ക് അറിയാവുന്നത് അവരുടെ ശരീരാവസ്ഥയാണ്, അല്ലെങ്കിൽ അവരുടെ ഭൗതിക അവസ്ഥയാണ്, അവരുടെ കണ്ണുകൾ കാണുന്നതായ കാര്യങ്ങളാണ്. പക്ഷേ ആത്മീയമായി അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത്, അവരുടെ സ്റ്റേറ്റ് എന്താണ് എന്നുള്ളതാണ് ഈ കൊലോസ്യ ലേഖനത്തിലൂടെ അപ്പോസ്തലൻ പൗലോസ് വിശദീകരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്ന ആദ്യത്തെ വാക്യം എന്ന് പറയുന്നത്, നിങ്ങൾ മരിച്ചു. മരിച്ചു എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് ടെൻസ് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ മരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മരിച്ചേക്കും എന്നുള്ള ആ ഒരു ഊഹത്തിലോ ഭാവി കാലത്തിലോ അല്ല പറയുന്നത്, മറിച്ച് നിങ്ങൾ മരിച്ചു. ഇത് ആരോടാണ് പറയുന്നത്? നീതീകരിക്കപ്പെട്ടവരായ ആളുകളോട്, അതായത് ക്രിസ്തുവിൻ്റെ നീതിയാൽ നീതീകരിക്കപ്പെട്ടവരായ വിശുദ്ധന്മാരായ ആളുകളോട് അപ്പോസ്തലൻ പൗലോസ് പറയുക. അങ്ങനെയാണെങ്കിൽ
ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ ഈ ഒരു വിശ്വാസത്തെങ്കിലേക്കോ യേശുക്രിസ്തുവിന്റെ ക്ഷണം സ്വീകരിക്കുക ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷെ നിങ്ങൾക്കും സാധ്യമാകുന്ന ഒരു കാര്യം, അതും കർത്താവ് യേശുക്രിസ്തുവിന്റെ ആ ക്ഷണം സ്വീകരിക്കുന്നതിലൂടെ നീതീകരിക്കപ്പെടുന്നവരായ ആളുകൾക്ക് ദൈവം കൊടുക്കുന്നതായ വലിയ അനുഗ്രഹത്തെക്കുറിച്ചുള്ള ചില സൂചനകളാണ് നമ്മൾ ഇനിയും കാണാൻ പോകുന്നത്. ഇവിടെ നമ്മൾ വായിച്ചു, നിങ്ങൾ മരിച്ച്, റോമാലേഖനം 6 അധ്യായം അതിൻ്റെ 2 മുതൽ 4 വരെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ മരണം എങ്ങനെയാണ് നമുക്ക് സംഭവിച്ചത്, അതായത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിച്ചവരാണ് എന്നുള്ളതായ ഒരു വലിയ സത്യം. ഇത് പറയുമ്പോൾ ലോകക്കാരായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മൾ മരിച്ചവരാണ് എന്ന് പറയുക. നമ്മൾ ഭൗമികമായി ജീവിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ശാരീരികമായി ജീവിച്ചിരിക്കുന്നു. പക്ഷേ ആത്മീകമായി ദൈവം നമ്മളോട് പറയുന്നത് നമ്മൾ പാപസംബന്ധമായി മരിച്ചു. അതാണ് റോമാലേഖനം 6 അധ്യായം 2 വാക്യം പറയുന്നത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിൻ്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. നോക്കണേ, നമ്മുടെ മരണം എങ്ങനെയാണ് സംഭവിച്ചത്? പാപസംബന്ധമായി നമ്മൾ മരിച്ചു, അതായത് നമ്മൾ പാപത്തിന് മരിച്ചു. അങ്ങനെയുള്ള ആളുകൾ ഇനി എങ്ങനെയാണ് അതിൽ ജീവിക്കുന്നത്? സുവിശേഷം കേൾക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന കാര്യം, നമ്മളിൽ പാപസംബന്ധമായി നമ്മൾക്ക് മരണം സംഭവിക്കുക, അതായത് ഇനി പാപത്തോട് നമുക്ക് യാതൊരു സന്ധിയുമില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവർ സ്നാനമേൽക്കണം. നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുവാൻ. നമ്മുടെ മരണം എന്താണ്? അതാണ് റോമാലേഖനം 6 അധ്യായം 2 വാക്യം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാവുവാൻ സ്നാനമേറ്റിരിക്കുന്നു. സ്നാനമേൽക്കുന്നത്, സ്നാനമെന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സാക്രമെൻ്റ് ആണെന്ന് നമുക്കറിയാം. 2 സാക്രമെൻ്റാണ് ദൈവം നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്, 2 അനുഷ്ഠാനങ്ങൾ. അതൊന്ന് സ്നാനവും മറ്റൊന്ന് തിരുവത്താഴവുമാണ്. അതിൽ സ്നാനം എന്ന് ഉദ്ദേശിക്കുന്നത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ മരണത്തോട് നമ്മൾ പങ്കാളികളായി തീരുക എന്നുള്ളതാണ്. വിശുദ്ധ വേദപുസ്തകം പറയുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്ന രക്ഷിക്കപ്പെടും. ആർക്കാണോ സ്നാനം വേണ്ടത് അവർ വിശ്വസിക്കുവാൻ കഴിയുന്നവരായി തീരണം. അവർക്ക് വേണ്ടി വേറെ ആരെങ്കിലും വിശ്വസിക്കുകയല്ല, അവർ തന്നെ വിശ്വസിക്കുന്നവരായി തീരണം. അങ്ങനെ ആ വിശ്വാസത്തിലൂടെയാണ് അവർ യേശുക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്നത്. അങ്ങനെ അവൻ്റെ മരണത്തിൽ നമ്മൾ പങ്കാളികളായി തീരുമ്പോൾ നമ്മെ വിളിക്കുന്ന പേരാണ് നമ്മൾ മരിച്ചവർ, നമ്മൾ മരിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് കൊലോസ്യ ലേഖനം 3 അധ്യായം 3-4 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, നിങ്ങൾ മരിച്ചു. അടുത്തത്, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. എന്താണ് ഇവിടെ നിങ്ങളുടെ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത്? ഇവിടെ ജീവൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രാണൻ എന്നുള്ള അർത്ഥത്തിലല്ല, മറിച്ച് ദൈവം നമ്മളിൽ നമ്മുടെ വിശ്വാസത്തിന് അനുപ്രേരിതമായി നമ്മളിൽ നൽകിയിരിക്കുന്നതായ നിത്യജീവൻ. അതാണല്ലോ യോഹന്നാൻ 3:16 പറയുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് വേണ്ടി. അപ്പോൾ നമ്മളിൽ ദൈവം പകർന്നിരിക്കുന്ന ആ നിത്യജീവൻ ഇപ്പോൾ എവിടെയാണ്? ആ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നു. കർത്താവ് യേശുക്രിസ്തുവിലുള്ള അതേ ജീവനാണ് എനിക്ക് തന്ന ജീവൻ. ആ ജീവൻ ഇപ്പോൾ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. അതിനർത്ഥം എൻ്റെ ഈ ജീവൻ എവിടെയാണ്? ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറിഞ്ഞിരിക്കുക. എനിക്കത് കാണുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ, അതായത് കർത്താവ് യേശുക്രിസ്തുവാണ് നമ്മുടെ ജീവൻ, അവൻ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ, നിങ്ങളും അവനോടുകൂടെ ക്രിസ്തുവിൽ വെളിപ്പെടും. അതായത് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ളത് അന്നാണ് വെളിപ്പെട്ട് വരുന്നത്. 1 യോഹന്നാൻ 3 അധ്യായം അതിൻ്റെ 2 വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകും എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അതായത് അന്നാണ് നമ്മുടെ തേജസ്കരണം സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ആ തേജസ്കരണത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിച്ചവരായ ആളുകളുടെ ആ ജീവൻ
ക്രിസ്തുവിൽ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു അവൻ വീണ്ടും ആഗതനാകുമ്പോൾ നമ്മൾ എല്ലാവരും അവനോട് സദൃശന്മാരായി തീർന്ന് നമ്മൾ നേരത്തെ കൊലോസ്യ ലേഖനത്തിൽ വായിച്ചതുപോലെ നിങ്ങൾ മരിച്ച് നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായി ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇത് ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്ന തേജസ്കരണം. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കൽപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ സന്ദേശം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ആ മഹത്തായ തേജസ്കരണത്തെക്കുറിച്ച് ചിന്തിപ്പാൻ തക്കോണം ദൈവം ഞങ്ങളെ സഹായിച്ചു. കർത്താവെ, ഇതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് മനസ്സിലാക്കി ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഏവരെയും നീ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.